ഇറാന്റെ ലക്ഷ്യങ്ങൾക്ക് നേരെയാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്ന് അമേരിക്ക പറയുന്ന കാര്യം. 3 യുദ്ധങ്ങൾ ഇന്ന് ലോകത്ത് നടക്കുന്നു. ആ 3 യുദ്ധത്തിലും വില്ലൻ വേഷത്തിലാണ് ഇറാൻ നിലനിൽക്കുന്നത്. 3 യുദ്ധത്തിനും നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്ന അമേരിക്കയാണ്. ഞങ്ങൾക്കെതിരെ ശത്രുപക്ഷത്തിൽ നിന്ന് വലിയ നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അതിൽ വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരുന്നു, ലോകത്തിന് മുൻപിൽ വലിയ നാണക്കേട് ആവുകയും ചെയ്യുന്നു. റഷ്യൻ ഉക്രൈൻ യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ട് ആദ്യം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉക്രൈൻ എല്ലാവിധ സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത് തങ്ങളാണ്. എന്നാൽ റഷ്യയെ വലിയ രീതിയിൽ ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഇറാൻ സഹായിക്കുന്ന കാരണത്താലാണ് പ്രതിരോധ രംഗത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉക്രൈൻ്റെ സൈന്യം നേരിടുന്നത്. അപ്പോൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആയുധത്തെക്കാൾ മൂർച്ചയുള്ളതും കഠിനമായിരിക്കുന്ന ആയുധങ്ങളാണ് യഥാർത്ഥത്തിൽ ഇറാൻ നൽകുന്നത് എന്നാണ് അമേരിക്കയുടെ സാരം. അതോടനുബന്ധിച്ച് പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം എന്ന് പറയുന്നത്, ഇസ്രായേലിനെ തങ്ങൾ സഹായിക്കുന്നുണ്ട്, ഇസ്രായേലിനെതിരെ നിലകൊള്ളുന്നത്, ഗാസയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത് ഇറാനാണ് വലിയ രീതിയിലുള്ള സൈനിക സഹായങ്ങളൊക്കെ നൽകുന്നത്. പിന്നീട് മൂന്നാമത്തെ വരുന്ന ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം യമന് നേരെയുള്ള ആക്രമണമാണ്. യമന് നേരെ ആക്രമണത്തിൻ്റെ പ്രതിരോധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യമൻ്റെ സൈനികർക്ക് ആയുധങ്ങൾ നൽകുന്നത് ഇറാനാണ്. യഥാർത്ഥത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് ഇറാൻ നിലനിൽക്കുന്നതിനാലാണ് അവരുടെ താല്പര്യങ്ങൾക്ക് നേരെ തങ്ങൾ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത് എന്നാണ് അമേരിക്കയുടെ പക്ഷം.